Hello dear students, welcome back to Newspap. Welcome back to My Learning by Muhammad Asir. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി ഇന്നലത്തെ നമ്മുടെ ചാനൽ ഇന്നലെയാണ് നമ്മൾ ലോഞ്ച് ചെയ്തത്. ഇറ്റ് വാസ് വെരി അൺഒഫീഷ്യൽ ലോഞ്ചിങ്. പക്ഷേ ഇന്നലെ തന്നെ ഒന്നാമത്തെ വീഡിയോ ഇട്ടു, 17th ഓഗസ്റ്റിലെ കറണ്ട് അഫെയർസ് വീഡിയോ ഇട്ടു. ആൻഡ് യു ആർ വെരി ഹാപ്പി ദാറ്റ് seeing the responses that you are giving. So we expect to continue the same cooperation between both of us, and so that we both people are winning together. As a mentor, I will be winning for giving you good content and making your dreams of getting into civil services a reality. And from your end, നിങ്ങളുടെ ഏത് പരീക്ഷയ്ക്കും സിവിൽ സർവീസ് ആയാലും SSC ആയാലും PSC ആയാലും ഇനി CUET ആയാൽ പോലും എല്ലാ പരീക്ഷകളിലും കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ് കറണ്ട് അഫെയർസ്. ആ കറണ്ട് അഫെയർ നിങ്ങളിലേക്ക് എത്തിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണുമ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് നിങ്ങൾക്കും ഈ ഒരു ടൈം നിങ്ങളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കിട്ടുന്ന സക്സസ് ആണ്. അപ്പോൾ ഒരു വിൻ വിൻ അപ്രോച്ചിലൂടെ നമ്മൾക്ക് മുന്നോട്ട് പോകാം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവരിലേക്ക് എത്തിക്കുക എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഇത് നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്നാമത്തെ പേജിലുള്ളൊരു വാർത്തയാണ്. ഗവർണർ ഗിവ്സ് നോഡ് ടു പ്രോസിക്യൂട്ട് കർണാടക CM. അപ്പോൾ ഇത് ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, പല കുട്ടികളും ഉള്ളൊരു കൺഫ്യൂഷനാണ് സ്റ്റേറ്റ് ന്യൂസുകൾ വായിക്കണോ എന്നുള്ളത്. അപ്പോൾ സ്പെസിഫിക്കലി ഒരു സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ നമ്മൾ വായിക്കേണ്ടതായിട്ടില്ല. കാരണം UPSC ഒരു ലെവൽ പ്ലേയിങ് ഗെയിം ആയതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്പെസിഫിക് വരുന്ന കാര്യങ്ങൾ ചോദിക്കില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ മെയിൻസ് പരീക്ഷയിൽ നമ്മൾക്ക് ഈ എക്സാമ്പിൾസ് എഴുതുക, കേസ് സ്റ്റഡീസ് എഴുതുക, ഇങ്ങനെ പറയുന്ന ഒരു നമ്മൾ വാല്യൂ എഡീഷൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ നമ്മളൊരു വാർത്ത വായിച്ചിരുന്നു. ആന്ധ്രാപ്രദേശിലെ അവിടെ ഓർഗാനിക് ഫാമിങ്ങും അതേപോലെ തന്നെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ കർഷകരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ലോക്കൽ ഫാർമേഴ്സ് കൂടിയിട്ടുള്ള ഒരു സംവിധാനം രൂപീകരിച്ചു. നമ്മൾ ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ അത് പറഞ്ഞു, ഡിസ്കഷനിൽ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് എഴുതാം, മനസ്സിലായോ? അപ്പോൾ ഈ സ്റ്റേറ്റ് സ്പെസിഫിക് വരുന്ന കാര്യങ്ങൾ നമുക്ക് എക്സാമ്പിളുകളായിട്ട് മെയിൻസ് പേപ്പറിൽ എഴുതാൻ പലപ്പോഴും നമ്മളെ സഹായിക്കും. ഇനി മറ്റൊരു കാര്യം ചോദ്യം വരാൻ സാധ്യതയുള്ളത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കർണാടകയിൽ ഹരിയാനയിലൊക്കെ അവിടുത്തെ ലോക്കൽസിന് വേണ്ടിയിട്ടുള്ള ജോബ് റിസർവേഷൻ എന്ന് പറയുന്ന ബില്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവൻ തോ ഒരു സ്റ്റേറ്റിലാണെങ്കിലും പക്ഷേ അതൊരു വൈഡർ ഇംപ്ലിക്കേഷൻ അതിനുണ്ട്. ഒരു നേഷനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന, ഒരു നേഷൻ്റെ എസ് എ ഓൾ ഫണ്ടമെൻ്റൽ റൈറ്റിനെ, കോൺസ്റ്റിറ്റ്യൂഷനെ എല്ലാം ഓൾട്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന, ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതാത് സ്റ്റേറ്റുകളിൽ വരിക, അല്ലെങ്കിൽ ആ സ്റ്റേറ്റുകളിൽ എടുക്കുന്ന കാര്യങ്ങൾ, തീരുമാനങ്ങൾ, പോളിസികൾ, ഇതെല്ലാം ഒരു വൈഡർ മാസിന് അല്ലെങ്കിൽ ആസ് എ കൺട്രി ആസ് എ ഓൾ അവർക്കത് അഡാപ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന സ്കീമുകളൊക്കെ ആണെങ്കിൽ അത് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ ഈ കർണാടകയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇവിടെ ഒരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ഡൽഹിയുടെ CM ആണ്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ റിസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ പലർക്കും ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ED അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഒരാൾ ഇപ്പോഴും സ്റ്റിൽ CM ആയിട്ട് റിമെയിൻ ചെയ്യുന്നത്, അത് പോസിബിൾ ആണോ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ? ഈ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതേ സിമിലർ ലൈൻസിലാണ് ഇപ്പോൾ ഇവിടെ ഗവർണർ CMനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വാർത്തകളുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന്, അതിനു മുമ്പ് നമ്മൾ സിലബസിൽ എവിടെയാണ് ഇത് വരുന്നതെന്ന് അറിയണം. ഇത് കൂടുതലും പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവർണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്തി രാജ്, പബ്ലിക് പോളിസി, റൈറ്റ്സ് ഇഷ്യൂ എറ്റ്സെട്ര എന്നൊക്കെ പറയുന്ന സിലബസിലെ പ്രിലിംസിലെ പൊളിറ്റി ഭാഗത്താണ് ഇത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കേസ് ഞാൻ പറഞ്ഞു, കർണാടകയിലെ CMനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം ഗവർണർ കൊടുത്തു. കൊടുത്തത് തീർച്ചയായിട്ടും അത് ഇല്ലീഗലാണ്, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണോ തെറ്റാണോ, പ്രതിപക്ഷത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ശരിയാണോ, ഇതെല്ലാം നമ്മളിവിടെ നോക്കേണ്ടത്. നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ രീതിയിൽ CMനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ ചെയ്യപ്പെട്ടാൽ CM റിസൈൻ ചെയ്യണോ, ഈ കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കണം, നമുക്കറിയാം ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇമ്മ്യൂണിറ്റി 2 ആൾക്കാർക്കാണ്. ആർട്ടിക്കിൾ 361 പ്രകാരം, ആർട്ടിക്കിൾ 361 മറക്കരുത്, മെയിൻസിൽ ഈ വർഷമൊക്കെ ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 361 പ്രകാരം 2 ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇവർ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ക്രിമിനൽ പ്രൊസീഡിങ്സിലേക്ക് ഇവരെ വലിച്ചെടുക്കാൻ പറ്റില്ല. അതാരൊക്കെയാണ്? പ്രസിഡൻറ്റും ഗവർണറുമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിലിംസിൽ ഒരു പക്ഷേ ഇവർ സ്റ്റേറ്റ്മെൻറ്റ് തരാം ആസ് പെർ ആർട്ടിക്കിൾ 361.
പ്രസിഡൻറ്റ്, ഗവർണർ ആൻഡ് CM ഓഫ് ദ സ്റ്റേറ്റ് ആർ എക്സംപ്റ്റഡ് ഓർ ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം സിവിൽ ആൻഡ് ക്രിമിനൽ പ്രൊസീഡിങ്സ് വൈൽ ഇൻ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പ്രിലിംസിൽ, കാരണം പ്രിലിംസിൽ അങ്ങനെയാണ് പലപ്പോഴും, കാരണം 3 എണ്ണം തരും, 2 എണ്ണം ശരിയായിരിക്കും, ലാസ്റ്റത്തെ ആ ഒരു നൗണോ സ്ഥലമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ തെറ്റിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ആർട്ടിക്കിൾ 361 പ്രകാരം പ്രസിഡൻറ്റിനും ഗവർണറിനും മാത്രമാണ് ഇമ്മ്യൂണിറ്റി ഉള്ളൂ. അവർ ഓഫീസിലിരിക്കുന്ന സമയത്ത് അവരെ ക്രിമിനൽ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ സിവിൽ പ്രൊസീഡിങ്സിൽ നിന്ന് അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ CMനില്ല, ചീഫ് മിനിസ്റ്റർക്ക് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർക്ക് ആ പ്രൊട്ടക്ഷൻ ഇല്ല. അവർ ലീഗൽ ആക്ഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ CM റിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നാണ്. CM റിസൈൻ ചെയ്യേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും CM ആയിട്ട് തുടരുന്നത്. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് പ്രാക്ടിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും അത് റിസൈൻ ചെയ്യാതിരിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അദ്ദേഹത്തിൻ്റെ ചീഫ് മിനിസ്റ്റർഷിപ്പ് നഷ്ടപ്പെടുക എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഈ കോണ്ടെക്സ്റ്റ് ഉള്ളതുകൊണ്ട്. 1, മെജോറിറ്റി നഷ്ടപ്പെടുക അസംബ്ലിയിൽ. 2, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി അദ്ദേഹത്തിനോട് ചീഫ് മിനിസ്റ്റർഷിപ്പിൽ നിന്ന് ഇറങ്ങാൻ പറയുക. 3, അദ്ദേഹം തന്നെ സ്വമേധയാ എന്ത് ചെയ്യുക, അദ്ദേഹം വിരമിക്കും. ഇങ്ങനെ 3 രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ചീഫ് മിനിസ്റ്റർഷിപ്പ് നഷ്ടപ്പെടുക. അല്ലാതെ ഇത്തരത്തിലുള്ളൊരു കേസിൽ അത് പ്രൊസീഡ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചീഫ് മിനിസ്റ്റർഷിപ്പ് നഷ്ടപ്പെടില്ല. അറിഞ്ഞിരിക്കുക, ആർട്ടിക്കിൾ 361 മെയിൻസിന് ചോദ്യം വരും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ആർട്ടിക്കിൾ 300, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ട് അവിടെ അരവിന്ദ് കെജ്രിവാൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല UPSC ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ പിന്നിൽ കിടക്കുന്ന കോൺസെപ്റ്റാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം ഇതിൽ ഒരുപാട് റീസൺസ് വരുന്നുണ്ട്, ഒരുപാട് ടോപ്പിക്ക് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജൻസികൾ, അവരുടെ ജൂറിസ്ഡിക്ഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ റീസെൻ്റ്ലി സുപ്രീം കോർട്ടിൻ്റെ ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ CM, ഗവർണർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫെമ പോലത്തെ ആക്ട് അല്ലെങ്കിൽ മണി ലോണ്ടറിങ് ആക്റ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് CMനൊക്കെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ആർട്ടിക്കിൾ 361 സ്കോപ്പ് അത് CMന് എക്സ്റ്റെൻഡ് ആണോ എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ CMനെ കുറിച്ച് തന്നെ നമ്മൾ പറയുമ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം എന്താണ് ഇത്തരത്തിലുള്ള ഒരു ഡിസ്ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 പ്രകാരം പറയുന്നത്, സെക്ഷൻ 8 പ്രകാരം പറയുന്നത്, എ ചീഫ് മിനിസ്റ്റർ ക്യാൻ ഓൺലി ബി ഡിസ്ക്വാളിഫൈഡ് ഫ്രം ഹോൾഡിംഗ് ഓഫീസ് ഇഫ് ദേ ആർ കൺവിക്റ്റഡ് ഓഫ് എ ക്രൈം. അദ്ദേഹം കൺവിക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ കൺവിക്റ്റഡ് അല്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹം കൺവിക്റ്റ് ആവാത്തോടത്തോളം കാലം അദ്ദേഹത്തിന് ഓഫീസിൽ റിമൈൻ ചെയ്യാം. ഓക്കെ, പക്ഷേ ചില ചലഞ്ചസ് ഉണ്ട്. തീർച്ചയായിട്ടും ജയിലിലിരുന്ന് ഭരിക്കുക എന്ന് പറയുന്നത് അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്യൂറോക്രാറ്റിക് സംവിധാനത്തിൽ ബുദ്ധിമുട്ടാണ്. ഇനി നമ്മളിവിടെ മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഒരു ജഡ്ജ്മെൻറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്, നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ്. ഇത്തരത്തിലുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റിയൊരു ജഡ്ജ്മെൻറ്റാണ് മനോജ് നരൂള വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. മനോജ് നരൂള വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. നിങ്ങൾക്കിത് മെയിൻസിൽ ജസ്റ്റ് മെൻഷൻ ചെയ്താലും മതി. ഈ കേസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഈ കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ആളുകൾ CM ആവട്ടെ പ്രൈം മിനിസ്റ്റർ ആവട്ടെ, ഇവർ it emphasized that holding public office requires adherence to constitutional morality, good governance and constitutional trust. These principles are essential for anyone in a public leadership role, including chief ministers. ഈ ജഡ്ജ്മെൻറ്റ് എവിടെ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റാമെന്നറിയോ? ബൈ ലോ ഇവിടെ CM റിസൈൻ ചെയ്യേണ്ടതോ ആയിട്ടില്ല. പക്ഷേ നമ്മൾ ഇവിടെ ഈ ഒരു കേസ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ, മനോജ് നരൂള കേസ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണ്, അതായത് നമ്മളെടുക്കുന്നൊരു സ്റ്റാൻഡ് എന്താണ് അവിടെ? നമ്മളെടുക്കുന്ന സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺടിൽ ആൻഡ് അൺലെസ് അദ്ദേഹം ഗുഡ് ഗവർണൻസിനോടും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയോടും കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രസ്റ്റിനോടും അദ്ദേഹം അദറൻസ് കാണിക്കാത്ത സമയം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പോൾ ഈ കേസ് നമുക്ക് ഈ ഒരു എന്താ പറയുക, CMൻ്റെ ഒക്കെ ഇത്തരത്തിലുള്ള ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കതവിടെ മെൻഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെ ഇങ്ങനെ ഒരു പ്രൊസീഡിങ്സ് നടക്കുകയാണെങ്കിൽ CM റിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഏതൊക്കെ പൊസിഷൻസിനാണ് ഈ ഇമ്മ്യൂണിറ്റി ഉള്ളത് എന്നും കൂടി മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിവിടെ ഈ ടെക്നിക്കൽ ടേംസ് എന്ന് പറയുന്ന ഒരു ഭാഗം, ഇവിടെ ഞാൻ ആ ആർട്ടിക്കിളിൽ ആ ന്യൂസിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ടേംസുകൾ, സബ്ജക്ട് സ്പെസിഫിക് ടേംസുകൾ ഞാനവിടെ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മെറ്റീരിയലിൽ നിന്ന് വായിക്കാം. ഓക്കെ,
അപ്പോൾ നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് സ്പീക്ക് ആസ് വൺ ഓൺ ഗ്ലോബൽ ഗവർണൻസ്, മോഡി ടെൽസ് ഡെവലപ്പിംഗ് വേൾഡ് സീക്ക് UN റിഫോംസ്. ഇത് നമുക്ക് നമ്മുടെ സിലബസിൽ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത് കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന കറണ്ട് അഫെയർ. ഞാൻ എന്തിനാണ് ഈ സിലബസിൻ്റെ ഓരോ വാക്കുകളും പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പരിചിതമാകാൻ വേണ്ടിയിട്ടാണ്. കാരണം പലപ്പോഴും സിലബസിനെ കുറിച്ച് കൃത്യമായിട്ട് പൊളിറ്റി, ഇക്കോണമി, ജോഗ്രഫി എന്ന് കുട്ടികൾ പറഞ്ഞു പഠിക്കുകയല്ലാതെ കൃത്യമായിട്ട് ഏത് വേർഡിംഗ് ആണ് സിലബസിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് കുട്ടികൾക്ക് അറിയാത്തൊരു വലിയ പ്രശ്നമുണ്ട്. അത് വലിയ പ്രശ്നം തന്നെയാണ്. കാരണം കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നുണ്ട്. പല കുട്ടികളും നാഷണൽ ഇമ്പോർട്ടൻസിലേക്ക് മാത്രം ഒതുങ്ങി പോകാറുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ അപകടങ്ങളാണ്. ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ കേവലം അത് മാപ്പ് മാത്രമാണെന്നൊക്കെ വിചാരിച്ച് തെറ്റിദ്ധരിക്കുന്ന കുട്ടികൾ. അപ്പോൾ നമ്മൾ UPSC പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. UPSC പറയുന്നത് കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്നാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ആ വേർഡ് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ കാണുമ്പോൾ ഇത് നാഷണൽ ഇമ്പോർട്ടൻസ്, ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇഷ്യൂ ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ക്യാൻസലാക്കാൻ പറ്റും. ഇവിടെ ഈ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു മീറ്റിങ്ങിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളിൽ അദ്ദേഹം പറയുന്ന പോയിൻ്റുകൾ, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ഇതൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട് നമ്മളെ മെയിൻസിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഈ ഒരു മീറ്റിങ്ങിൽ പ്രധാനമായിട്ട് പറയുന്നത് ജസ്റ്റ് ആൻഡ് ഇൻക്ലൂസീവ് ഗ്ലോബൽ ഗവർണൻസ് എന്ന് പറയുന്ന ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ആൻസറുകളിൽ എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി എന്താണ് ഈ ഒരു സമ്മിറ്റിൽ പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് ആയിട്ട് വന്ന കാര്യം? ഒന്നാമത്തേത് ഗ്ലോബൽ ഗവർണൻസിൽ ഒരു യൂണിറ്റി ആവശ്യപ്പെടുകയാണ്. എന്തിനാണ് ഈ യൂണിറ്റി ആവശ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും നോർത്ത് സൗത്ത് ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യുക. രണ്ടാമത്തേത് ഡെവലപ്മെൻറ്റ് കോമ്പാക്റ്റ്, ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് കോമ്പാക്റ്റ്. ഇത് പ്രിലിംസിന് വേണമെങ്കിൽ ചോദിക്കാം. നമ്മുടെ മോഡി ഒരു ഫണ്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് കോമ്പാക്റ്റ്. ഏകദേശം 29 കോടിയാണ് അതിലേക്ക് കോൺട്രിബ്യൂഷൻ. ഇതിലൂടെ ട്രേഡ്, കപ്പാസിറ്റി ബിൽഡിംഗ്, ടെക്നോളജി ഷെയറിങ് ഈ തുടങ്ങിയ മേഖലകളിലെല്ലാം ഡെവലപ്പിംഗ് കൺട്രീസിന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് കോമ്പാക്റ്റ്. അതേപോലെ തന്നെ ഈ ഒരു മീറ്റിങ്ങിൽ വന്ന ഈ ഒരു സമ്മിറ്റിൽ ഡിസ്കസ് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്ലോബൽ കോൺഫ്ലിക്റ്റുകൾ. നമുക്കറിയാം റഷ്യ, ഉക്രൈൻ അല്ലെങ്കിൽ ഗാസ, ഇവിടെയൊക്കെ നടക്കുന്ന ഹ്യൂമാനിറ്റിക്കെതിരായിട്ടുള്ള കോൺഫ്ലിക്റ്റിനെ കുറിച്ചും ഇവിടെ ഈ മീറ്റിങ്ങിൽ പ്രതിവാദം ഉണ്ടായിരുന്നു. നാലാമത്തെ കാര്യമായിരുന്നു ആരൊക്കെ അറ്റൻഡ് ചെയ്തു എന്നുള്ളത്. ചൈനയും പാകിസ്ഥാനെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മറ്റ് 20ഓളം രാജ്യങ്ങളിലെ അംഗങ്ങൾ പങ്കെടുത്തിരുന്നു. ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, മൗറീഷ്യസ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമുക്ക് ചോദ്യം വരാം. ഇവിടെ പ്രധാനമായിട്ടും മെയിൻസിൽ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സുകൾ എഴുതാം. എങ്ങനെ ഇന്ത്യ എങ്ങനെയാണ് ഒരു ഗ്ലോബൽ ഇക്വിറ്റി കൊണ്ടുവരുന്നതിലേക്ക്, നോർത്ത് സൗത്ത് ഡിവൈഡ് കുറക്കുന്നതിലേക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് ഈ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് കോമ്പാക്റ്റ്, അല്ലെങ്കിൽ അതിന് ഇന്ത്യ കൊടുത്തിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായി. ഇതാണ് രണ്ടാമത്തെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന ആർട്ടിക്കിൾ. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യ മറ്റൊരു ഇനീഷ്യേറ്റീവും ഇന്ത്യ മുന്നോട്ട് വെച്ച മറ്റൊരു ആവശ്യം കൂടിയായിരുന്നു UN റിഫോംസുകൾ കൃത്യമായിട്ട് നടക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി വെച്ചിരുന്നു. UN സെക്യൂരിറ്റി കൗൺസിൽ ഇന്ത്യയുടെ പെർമനൻറ്റ് മെമ്പർഷിപ്പും അതുമായിട്ട് ബന്ധപ്പെട്ടും ഇതിൽ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആർട്ടിക്കിൾ. നമ്മുടെ മൂന്നാമത്തെ ആർട്ടിക്കിൾ നദ്ദ മോണിറ്റേഴ്സ് ഇന്ത്യാസ് മങ്കി പോക്സ് പ്രിപ്പയർഡ്നെസ്. നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ജനറൽ സയൻസിലും അതേപോലെ തന്നെ കറണ്ട് അഫെയർസിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാർത്തയാണ്. ഇവിടെ നമ്മൾ ആസ് ഓഫ് നൗ നമുക്കറിയാം ഇന്ത്യയിൽ വലിയ ചലഞ്ചുകൾ ഇല്ലെങ്കിലും അടുത്തിടെ WHO ഇതിനെ ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇൻ്റർനാഷണൽ കൺസേൺ ആയിട്ട് അനൗൺസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് പോയിൻറ്റ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മങ്കി പോക്സ് എന്ന് പറയുന്ന ഡിസീസിനെ കുറിച്ചാണ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് ഇൻഫെക്ഷനാണ്. 2 മുതൽ 4 ആഴ്ച വരെ ഇത് നീണ്ടു നിൽക്കുന്നു. അതേപോലെ തന്നെ ഇതെങ്ങനെയാണ് പകരുന്നത്? മോസ്റ്റ്ലി ഇത് പകരുന്നത് സെക്ഷുവൽ കോണ്ടാക്റ്റിലൂടെയാണ്. ഡയറക്റ്റ് കോണ്ടാക്റ്റ് വിത്ത് ബ്ലോഡി ഫ്ലൂയിഡ്സ് ഓർ ലെസിയൻസ് ഓർ കണ്ടാമിനേറ്റഡ് ക്ലോത്തിങ് ആൻഡ് ലിനൻ. അപ്പോൾ ഇത് എങ്ങനെ പകരുന്നു? കാരണം ഡിസീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ സിംറ്റംസ് അടുത്തിടെ ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ ആ ഒരു പെർസ്പെക്റ്റീവിലും ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ സിംറ്റംസ് അറിഞ്ഞിരിക്കുക. ഒരു വാർത്തയും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളൊന്നും കൂടിയും ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇനി അടുത്ത് നമ്മൾക്കൊരു ഡാറ്റ ഈ ആർട്ടിക്കിളിലുണ്ട്. അതായത് നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത്, മെയിൻസ് എഴുതുന്ന സമയത്ത് മങ്കി ബോക്സ് കേസസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ഡാറ്റ ഇവിടെ ഈ ആർട്ടിക്കിളിലുണ്ട്. അതെന്ന് പറയുന്നത് 2022 വരെ WHO ഏകദേശം
99,176 മങ്കി പോക്സ് കേസസ് ആണ്. 90,976 മങ്കി പോക്സ് കേസസും 208 മരണങ്ങളുമാണ് ഏകദേശം 116 രാജ്യങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മങ്കി പോക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഡാറ്റ വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ കൺക്ലൂഷനോ അല്ലെങ്കിൽ ബോഡിയിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇതുവരെ അതിന് വലിയ ചലഞ്ച് ഇല്ലെങ്കിലും ഇത് ഒരു കൺസേൺ ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത് WHO കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. WHO എന്നാണ് ഓർഗനൈസ് ചെയ്തത്, എന്നാണ് അതിൻ്റെ സ്വഭാവം. WHO UN-ൻ്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. 1948 നിലവിൽ വരുന്നത്. 1948 നിലവിൽ വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷനാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുന്നത്. മെമ്പർ കൺട്രീസ്, ഇത് പ്രധാനപ്പെട്ടതാണ്. ആർക്കൊക്കെ ഇതിൽ മെമ്പർ കൺട്രീസ് ആവാം? യുണൈറ്റഡ് നേഷൻസിൻ്റെ എല്ലാ മെമ്പേഴ്സിനും ഇതിൽ മെമ്പർ കൺട്രി ആവാം. ഇനി ഏതെങ്കിലും ഒരു UN കൺട്രി അല്ലാത്ത ഒരു രാജ്യത്തിനും വേണമെങ്കിൽ ഇത് ശ്രദ്ധിക്കണം. പ്രിലിംസിൽ വേണമെങ്കിൽ തരാം, ഓൺലി ദ കൺട്രീസ് ഓഫ് UN ക്യാൻ ബി ദ മെമ്പർ ഓഫ് WHO. പക്ഷേ ഇത് മെമ്പേഴ്സ് അല്ലാത്തവർക്കും ആവാം. എങ്ങനെ? ഈ വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ ഇത് അപ്രൂവ് ചെയ്യണം. ഇത് അപ്രൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരിക്കേണ്ട മെജോറിറ്റി നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കണം. അത് സിമ്പിൾ മെജോറിറ്റിയാണ്. ഓക്കെ, സിമ്പിൾ മെജോറിറ്റിയാണ്. ഓക്കെ, ഇനി വേൾഡ് ഹെൽത്ത് അസംബ്ലി ഇതാണ് ഇതിൻ്റെ ടോപ്പ് ഡിസിഷൻ മേക്കിംഗ് ബോഡി. പിന്നെ എങ്ങനെയാണ് ഇതിന് ഫണ്ടിങ് വരുന്നത്? ഇതിലേക്ക് ഏറ്റവും വലിയ ഫണ്ടിങ് തരുന്ന ഒരു രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പറഞ്ഞു, വേൾഡ് വൈഡായിട്ട് ഹെൽത്തിന് കൃത്യമായിട്ട് ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കുക, ഒരു ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് WHO പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ്. WHO മെമ്പർ സ്റ്റേറ്റ്സിലെല്ലാവരും അതിൽ ആ ഒരു ബോഡിയിലുണ്ട്. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പെർസ്പെക്റ്റീവാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്ന, അവർ പുറത്തു കൊണ്ടുവരുന്ന റിപ്പോർട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഇതൊന്നും അറിഞ്ഞിരിക്കണം. റിപ്പോർട്ടുകൾ നമ്മൾ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് പ്രിലിംസിൽ. വേൾഡ് ഹെൽത്ത് റിപ്പോർട്ട്, ഗ്ലോബൽ ന്യൂട്രീഷൻ റിപ്പോർട്ട്, വേൾഡ് വിഷൻ റിപ്പോർട്ട്, ആംബിയൻറ്റ് എയർ പൊല്യൂഷൻ റിപ്പോർട്ട്, വേൾഡ് റിപ്പോർട്ട് ഓൺ ഹിയറിംഗ്. ഈ റിപ്പോർട്ടുകളെല്ലാം പുറത്തു കൊണ്ടുവരുന്ന ബോഡിയാണ് WHO. ഇനി ഇവിടെ ഞാൻ ടെക്നിക്കൽ ടേംസിന് എക്സ്പ്ലനേഷൻ ഈ ഓരോ ആർട്ടിക്കിളിൻ്റെയും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വായിച്ചു പോകാം. കാരണം ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇൻ്റർനാഷണൽ കൺസേൺസ് PHEIC എന്താണ്, അപ്പോൾ ഇത് ഞാനിവിടെ കൃത്യമായിട്ട് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ആർട്ടിക്കിളാണ് ലോക്സഭാ സ്പീക്കർ കോൺസ്റ്റിറ്റ്യൂട്ട് 6 ന്യൂ പാർലമെൻ്ററി പാനൽ. ഇവിടെ നമ്മൾ ഈ പാർലമെൻ്ററി കമ്മിറ്റീസിനെ കുറിച്ചാണ് നമുക്ക് സിലബസിൽ ഇത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്. ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവർണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്തി രാജ്, പബ്ലിക് പോളിസി, റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്ന നമ്മൾ ഒരു കോംപ്രിഹെൻസീവ്ലി നമ്മൾ പൊളിറ്റി എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഈ പാർലമെൻ്ററി കമ്മിറ്റീസ്, എന്താണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു വാർത്ത വരാനുള്ള കാരണം ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ലോക്സഭാ സ്പീക്കർ 6 പുതിയ പാർലമെൻ്ററി കമ്മിറ്റീസിനെ സെറ്റപ്പ് ചെയ്തു. അതിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, അത് എന്താണ് ചെയ്യുന്നത്? ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിനെ മോണിറ്റർ ചെയ്യുന്നതാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, യാതൊരു നിയമപരമായിട്ടും ശ്രദ്ധിക്കണം, ഒരു നിയമവശാലും PACയുടെ ഹെഡ് എന്ന് പറയുന്നത് ഒപ്പോസിഷനിൽ നിന്നാവണമെന്ന് എവിടെയും ലിഖിതമായി എഴുതി വെച്ചിട്ടില്ല. ശ്രദ്ധിക്കണം. പക്ഷേ ട്രഡീഷണലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് PACയുടെ ഹെഡായിട്ട് വരുന്നത് ഒപ്പോസിഷൻ പാർട്ടിയിലെ പ്രിൻസിപ്പൽ ഒപ്പോസിഷൻ പാർട്ടിയിലെ സീനിയർ മെമ്പറാണ്. അത് പ്രകാരം കോൺഗ്രസിൻ്റെ ലീഡർ KC വേണുഗോപാലിനെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇതൊരിക്കലും ഒരു റിട്ടേൺ ആയിട്ടുള്ള കാര്യമല്ല. ട്രഡീഷണലി നമ്മൾ അങ്ങനെയാണ് ഫോളോ ചെയ്തു വരുന്നത്. മറ്റ് കമ്മിറ്റീസിനെയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കമ്മിറ്റീസ് ഓൺ വെൽഫെയർ, അതേപോലെ എസ്റ്റിമേറ്റ് കമ്മിറ്റി, അണ്ടർടേക്കിങ്സ്, പബ്ലിക് അണ്ടർടേക്കിങ്സ് കമ്മിറ്റി, ഇത് രണ്ടും BJPയുടെ ലീഡേഴ്സാണ് ലീഡ് ചെയ്യുന്നത്. ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക, ട്രഡീഷണലി മാത്രമാണ് നമ്മൾ ആ ഒരു ഇത് ഫോളോ ചെയ്തു വരുന്നത്. സീനിയർ ഒപ്പോസിഷൻ ലീഡറിന് അതിൻ്റെ ഹെഡാക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടെനുവർ എന്ന് പറയുന്നത് 1 ഇയർ ആണ്. അതിൽ മെമ്പർമാർ ബോത്ത് ലോക്സഭയും രാജ്യസഭയിൽ പല കമ്മിറ്റികളിലും മെമ്പർമാരുണ്ട്. പിന്നെ ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ പാർലമെൻ്ററി കമ്മിറ്റീസിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് പാർലമെൻ്ററി കമ്മിറ്റീസ്, ഏത് ആർട്ടിക്കിൾ ആണ് ഇതിനെ മാൻഡേറ്റ് ചെയ്ത് നിർത്തുന്നത്? 2 ആർട്ടിക്കിളുകളാണ് നമുക്ക്. അപ്പോൾ ഈ ആർട്ടിക്കിൾ നിങ്ങൾ എഴുതണം കേട്ടോ. മെയിൻസ് പരീക്ഷയിൽ പ്രിലിംസിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾ 105, 118 എന്താണെന്ന് ചോദിച്ചെന്ന് വരില്ല. പക്ഷേ ഈ വർഷം നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ 21 ഡയറക്റ്റ് ആണ് ചോദിച്ചത്. അല്ല, പല കുട്ടികളും കൺഫ്യൂസ്ഡായി. ഇത്രയും സിമ്പിളായിട്ട് ചോദിക്കുമോ? കാരണം മുൻപും ആർട്ടിക്കിൾ 21 ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിരുന്നത്. ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാനുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്. പക്ഷേ ഈ വർഷം ഡയറക്റ്റ് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ ഓവർ തിങ്ക് ചെയ്യാണ്, എങ്ങനെ ചോദിക്കാൻ സാധ്യത ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് കുറേ നേരം ക്വസ്റ്റ്യൻ കളഞ്ഞു. വളരെ സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ പക്ഷേ പ്രിലിംസിൽ അങ്ങനെ ഡയറക്റ്റ് എടുത്ത് ആർട്ടിക്കിൾ 105, 118 ചോദിക്കില്ല. പക്ഷേ ഞാൻ പറയുന്നു, മെയിൻസ് പരീക്ഷ എഴുതുമ്പോൾ
പാർലമെൻ്ററി കമ്മിറ്റീസിനെ കുറിച്ച് ചോദ്യം വരുമ്പോൾ അവിടെ 105 118 എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ എഴുതിയ ആൾക്കാർക്കിടയിൽ ബാക്കിലേക്ക് പോകും. അപ്പോൾ എന്താണ് 105 പറയുന്നത്? ഇറ്റ് ടോക്സ് അബൌട്ട് ദ പ്രിവിലേജസ് ഓഫ് MP. എന്താണ് ആർട്ടിക്കിൾ 118 പറയുന്നത്? അതായത് പാർലമെൻറ്റിന് അതിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് പ്രൊസീജിയേഴ്സ്, റൂൾസ് ഉണ്ടാക്കാം, അതിൻ്റെ പ്രൊസീജിയേഴ്സിനും കണ്ടക്റ്റിനും വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 ആർട്ടിക്കിൾ നമ്മൾ പാർലമെൻ്ററി കമ്മിറ്റീസിനെ കുറിച്ച്, പാർലമെൻ്ററി കമ്മിറ്റീസിന് ബാക്കപ്പ് കിട്ടുന്ന ഒരു ആർട്ടിക്കിൾ, 2 ആർട്ടിക്കിളുകളാണ് 115 118 എന്ന് പറയുന്ന 2 ആർട്ടിക്കിളുകൾ. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പാർലമെൻ്ററി കമ്മിറ്റീസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പാർലമെൻ്ററി കമ്മിറ്റീസ് പ്രധാനമായിട്ടും 2 കാറ്റഗറി ഉണ്ട് കേട്ടോ, 2 കാറ്റഗറി ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ഈ പാർലമെൻ്ററി കമ്മിറ്റീസിൻ്റെ ആവശ്യം? എന്താണ് പാർലമെൻ്ററി കമ്മിറ്റീസ് ആവശ്യം എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു ബില്ലിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പാർലമെൻറ്റിൽ പലപ്പോഴും ടൈമിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്യുക, എഫിഷ്യൻസി ചെയ്യുക, കൂടുതൽ സ്പീഡി ആയിട്ട് പക്ഷേ എഫിഷ്യൻ്റായിട്ട് ആ ബില്ലിനെ പഠിക്കുക, ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പാർലമെൻ്ററി കമ്മിറ്റീസ് ചെയ്യുന്നത്. 2 തരം പാർലമെൻ്ററി കമ്മിറ്റീസ് ആണുള്ളത്. ഒന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ്, 2 അഡ്ഹോക്ക് കമ്മിറ്റി. ഇനി ഏതൊക്കെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ കമ്മിറ്റി, ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, കമ്മിറ്റീസ് ടു എൻക്വയർ, കമ്മിറ്റീസ് ടു സ്ക്രൂട്ടനൈസ് ആൻഡ് കൺട്രോൾ, കമ്മിറ്റീസ് റിലേറ്റിംഗ് ടു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ് ഓഫ് ദ ഹൗസ്, then comes ഹൗസ് കീപ്പിംഗ് കമ്മിറ്റീസ് ഓർ സർവീസസ് കമ്മിറ്റി. പിന്നെ അഡ്ഹോക്ക് കമ്മിറ്റികളുണ്ട്. ഈ അഡ്ഹോക്ക് എന്ന് പറയുന്ന വാക്കിലുള്ളതുപോലെ തന്നെ ടെമ്പററി ആയിട്ട് ഫോം ചെയ്യുന്ന കമ്മിറ്റികളാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു വളരെ പർപ്പസ്ഫുൾ ആയിട്ട് ഉള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു കമ്മിറ്റിയാണ്. അത് ആവശ്യം കഴിഞ്ഞാൽ അത് പിരിച്ചുവിടുകയും ചെയ്യും. അതിലൊന്നാണ് ഇൻക്വയറി കമ്മിറ്റി, 2 അഡ്വൈസറി കമ്മിറ്റി. ഇനി എന്താണ് മെയിൻസ് പെർസ്പെക്റ്റീവിലാണ് എന്തിന് നമുക്ക് ഇങ്ങനെയുള്ള പാർലമെൻ്ററി കമ്മിറ്റീസ് വേണം? വൈ ഡു വി വാണ്ട് ദിസ് കൈൻഡ് ഓഫ് പാർലമെൻ്ററി കമ്മിറ്റി? ഒന്ന്, ലെജിസ്ലേറ്റീവ് എക്സ്പെർട്ടൈസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മിറ്റികളിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആളുകളെ പലപ്പോഴും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള MPസിനാണ് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബില്ലിൻ്റെ പുറത്ത് കൃത്യമായിട്ട് കൂടുതൽ എക്സ്പെർട്ടൈസ് ഡിസ്കഷൻസ് വരും. അതേപോലെ തന്നെ ഒരു മിനി പാർലമെൻ്റ് ആയിട്ടും ഇത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് സ്ക്രൂട്ടിനി ഉണ്ടായിരിക്കും ഒരു ബില്ലിൻ്റെ പുറത്ത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു റീസെൻ്റ്ലി നമ്മുടെ വഖഫ് ബില്ലും ഇതേപോലെ എന്ത് ചെയ്തിരുന്നു, ഇതേപോലെയുള്ളൊരു കമ്മിറ്റിക്ക് വിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പെർട്ടൈസ് അതിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പിന്നെ പാർലമെൻ്ററി കമ്മിറ്റീസ്. അത് ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നുള്ളതൊക്കെ ഞാൻ എല്ലാ ആർട്ടിക്കിളും പറയുന്നതുപോലെ തന്നെ ഇവിടെയും ഞാൻ ടെക്നിക്കൽ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ആർട്ടിക്കിൾ വൈ ഈസ് എംപോക്സ് എ ഗ്ലോബൽ ഹെൽത്ത് എമർജൻസി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇവിടെ നമുക്ക് സിലബസിലേക്ക് ലിങ്ക് ചെയ്യാൻ ജനറൽ സയൻസ് എന്ന് പറയുന്ന നമ്മുടെ സിലബസിൻ്റെ ജനറൽ സയൻസിലേക്കാണ് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് വാർത്തയിൽ വരാൻ കാരണം നമുക്കറിയാം, WHO നമ്മൾ WHOനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. August 14 ഇതൊരു ഗ്ലോബൽ ഹെൽത്ത് എമർജൻസി ആയിട്ട് ഡിക്ലെയർ ചെയ്തു. കോങ്കോയിലും മറ്റ് ആഫ്രിക്കൻ കൺട്രീസിലും എല്ലാം ഔട്ട് ബ്രേക്ക് ഉണ്ടാവുകയും. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ട് അറിയേണ്ട ഒന്നാണ് ഈ എംപോക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മങ്കി പോക്സ് എന്ന് പറയുന്ന അസുഖത്തെ പറ്റി അറിയണം. ഒന്നാമത്തെ കാര്യം, ഇതൊരു സുവോണോട്ടിക് ഡിസീസാണ്. എന്താണ് സുവോണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നൊരു രോഗമാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം. ഇനി ഈ വൈറസ് എങ്ങനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാം? ഇത് ഹ്യൂമൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് ബ്ലഡ്, ബോഡിലി ഫ്ലൂയിഡ്സ്, സ്കിൻ ലെസിയൻസ് ഓർ കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയൊക്കെ പകരാം എന്നുള്ളതും ഇതേത് തരം ഡിസീസാണ് എന്നുള്ളതും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കൂടെ തന്നെ ഇതിൻ്റെ സിംറ്റംസും അറിഞ്ഞിരിക്കണം. സിംറ്റംസ് എന്ന് പറയുന്നത് ഒരു ഇച്ചിങ്ങും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, റാഷസ് ഉണ്ടാവും, ഫീവർ, സോർ ത്രോട്ട്, ഹെഡ് ഏക്ക്, മസിലേക്ക്, ബാക്ക് പെയിൻ, ലോ എനർജി, സ്വോളൻ ലിംഫ് നോഡ്സ്, ഈ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഇനി ഇതിൽ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണോ? അടുത്തൊരു കാര്യമാണ്, മെഡിസിൻസ് അവൈലബിൾ ആണ്. ഇതിന് ട്രീറ്റ്മെൻറ്റ് സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നും കൂടി അറിഞ്ഞിരിക്കുക. എംപോക്സിന് സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഇല്ല, മറിച്ച് WHO റെക്കമെൻഡ് ചെയ്യുന്നത് സപ്പോർട്ടീവ് കെയർ, മെഡിക്കേഷൻസ്, ഈ ഫീവറിനും പെയിനും ഒക്കെയുള്ള മെഡിക്കേഷൻസ് കൊടുക്കുക, അവരെ ഹൈഡ്രേറ്റഡ് ആക്കി നിർത്തുക, ഗുഡ് ന്യൂട്രീഷൻ കൊടുക്കുക, അതേപോലെ സ്കിന്നിൽ സ്ക്രാച്ച് ചെയ്യുന്നത് ഒഴിവാക്കുക, ഇങ്ങനെയുള്ള രീതിയിലാണ്. പക്ഷേ ഒരു എംപോക്സ് ട്രീറ്റ്മെൻറ്റ് ഒരു വാക്സിന് അപ്രൂവ് ചെയ്തിരുന്നു, ബട്ട് അതിൻ്റെ യൂസ് ലിമിറ്റഡ് ആണ്. ഓക്കെ, 3 വാക്സിൻസ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഈ വാക്സിൻസിൻ്റെ പേര് ഓർത്തിരിക്കുക. കാരണം ഈ വാക്സിൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രിലിംസിന് ചോദ്യം വരാം. MVA-B1, LC16 ആൻഡ് ഓർത്തോപോക്സ് വാക്സിൻ, ഈ 3 വാക്സിനും ഇതിന് സ്മോൾ പോക്സിൻ്റെ വാക്സിനും നമുക്ക് അപ്രൂവ് ചെയ്തിട്ടുണ്ട്, ഇതിനു വേണ്ടി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അത്രയും ഹൈ റിസ്ക് ആയുള്ള ഇൻഡിവിജ്വൽസിന് മാത്രം അത് കൊടുത്താൽ മതി എന്നാണ് WHO പറയുന്നത്. കറൻ്റ്ലി ഇതിൻ്റെ ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത് ഏകദേശം 116 രാജ്യങ്ങളിൽ 17,600ഓളം കേസസ്, 537 മരണങ്ങളൊക്കെ 2024 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഈ അസുഖത്തെക്കുറിച്ചാണ് നമ്മളിവിടെ അറിയേണ്ടത്. ഒരു സുവോണോട്ടിക് ഡിസീസാണ്, എങ്ങനെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്. ഇനി അടുത്ത് നമുക്കറിയാം, ബംഗാളിൽ വളരെ വലിയ രീതിയിൽ, ബംഗാളിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമായിട്ട് ഈ ഒരു ഡോക്ടർമാരുടെ സമരം നടക്കുന്നുണ്ട്. വളരെ മൃഗീയമായ രീതിയിൽ, വളരെ പൈശാചികമായ ക്രൂരമായ രീതിയിലാണ് ഒരു ഡോക്ടറെ വെസ്റ്റ് ബംഗാളിൽ പീഡനത്തിനിരയാക്കി കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ സംസാരിക്കുന്നത് ഇവർക്ക് കൃത്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ബില്ലുകളിലൂടെ ഇവരുടെ സംരക്ഷണം ഉറപ്പാക്കണം എന്നുള്ളതാണ് ഈ സമരക്കാരും ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഹെൽത്ത് കെയറിൻ്റെ സേഫ്റ്റി അല്ലെങ്കിൽ ഹെൽത്ത് ലോ ആൻഡ് ഓർഡർ എന്നൊക്കെ പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ് അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ് മമതാ ബാനർജി ഇത്രയും വിമർശനത്തിന് അതീതയാവുന്നത്? കാരണം ഹെൽത്ത് ആയാലും ലോ ആൻഡ് ഓർഡർ ആയാലും അത് സ്റ്റേറ്റിൻ്റെ സബ്ജക്റ്റാണ്. ഇത് രണ്ടുമുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിൽ കൃത്യമായിട്ട് പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഫെറ്റാലിറ്റീസിൻ്റെ കൃത്യമായിട്ടുള്ള സെൻട്രൽ ഡാറ്റയും നമുക്കില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. ഓക്കെ, ഇനി ഈ ഡോക്ടേഴ്സൊക്കെ നേരിടുന്ന ഓവർ ബേർഡൻ, ഓവർ വർക്ക് ലോഡ്, അവരുടെ പുവർ ഹെൽത്ത് കണ്ടീഷൻ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഡോക്ടർ കമ്മ്യൂണിറ്റീസ് നേരിടുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ പ്രൊട്ടസ്റ്റേഴ്സ് ആവശ്യപ്പെടുന്നത് ഒരു സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഡോക്ടേഴ്സിന് വേണ്ടി മാത്രമല്ല, ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഒരു കൃത്യമായിട്ടൊരു പ്രോട്ടോക്കോൾ, ഒരു സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാക്കുക, CCTVകൾ കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, സെക്യൂരിറ്റി പേഴ്സണലിനെ കൃത്യമായിട്ട്. ഇപ്പോൾ പല ആശുപത്രികളിലും ഇരിക്കുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് വളരെ പ്രായം ചെന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ മാറ്റിക്കൊണ്ട് കൃത്യമായിട്ടൊരു ബില്ലിലൂടെ, ഒരു ആക്റ്റിലൂടെ ഇത് കൊണ്ടുവന്ന് ഇവരുടെ ജോലിയും ജീവനും സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു UPSC പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തൊക്കെ പ്രൊവിഷൻസ് ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയുണ്ട്, എന്തൊക്കെ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റും, സജഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മളൊരു നോട്ട് പോലെ നമ്മുടെ മനസ്സിൽ ബ്രെയിൻ സ്റ്റോം ചെയ്ത് വെച്ചിരിക്കണം. അടുത്തൊരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് സബ് ക്ലിനിക്കൽ TB ഈസ് ദ റീസൺ ഫോർ സ്ലോ ഡ്രോപ്പ് ഇൻ TB ഇൻസിഡൻസ് എന്ന് പറയുന്ന സബ് ക്ലിനിക്കൽ TBയെ കുറിച്ച് പറയുന്ന അണ്ടർ എസ്റ്റിമേറ്റഡ് അല്ല, കുറച്ചും കൂടെ ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് സബ് ക്ലിനിക്കൽ TB എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സബ് ക്ലിനിക്കൽ TB എന്ന് പറയുന്നത് നമുക്ക് നോക്കണം. അതിന് മുമ്പ് ഇത് നമ്മുടെ സിലബസിൽ എവിടെ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സിലബസിൽ നമുക്ക് പ്രിലിംസിൽ ജനറൽ സയൻസ് എന്ന ഭാഗത്തും മെയിൻസിൽ നമുക്ക് GS3 സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ആൻഡ് ദർ ആപ്ലിക്കേഷൻ എഫക്ട്സ് ഇൻ എവരിഡേ ലൈഫ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഇവിടെ ഈ ആർട്ടിക്കിൾ ഇതിലെ പോയിൻറ്റ്സ് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ് കേട്ടോ. കാരണം ഈ ആർട്ടിക്കിളിൽ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. അദ്ദേഹം ഹെൽത്ത് മിനിസ്ട്രിയുടെ പ്രിൻസിപ്പൽ അഡ്വൈസറാണ് ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമിൻ്റെ, നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമിൻ്റെ. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന ഡാറ്റയൊക്കെ വളരെ കൃത്യമായ ഡാറ്റകളായിരിക്കും, നമുക്ക് നമ്മുടെ ആൻസറിൽ ഉപയോഗപ്പെടുത്താം. നമ്മുടെ രാജ്യം ട്യൂബർക്ലോസിസിനെ എലിമിനേറ്റ് ചെയ്യുന്നതിൽ കാലങ്ങളായിട്ട് എഫേർട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ആർട്ടിക്കിൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്നതും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് പ്രധാനമായിട്ടും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സബ് ക്ലിനിക്കൽ TBയെ കുറിച്ചാണ്. എന്താണ് ഈ സബ് ക്ലിനിക്കൽ TB എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പിക്കലായിട്ടുള്ള സിംറ്റംസ്, TBയുടെ സിംറ്റംസ്, കഫ് അല്ലെങ്കിൽ ഡിറ്റക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടാവുക, ഇങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കാതെയുള്ള TB കേസസ് തീർച്ചയായിട്ടും നമുക്ക് വെല്ലുവിളിയാവുന്നു എന്നാണ് പറയുന്നത്. ഏകദേശം 2019 മുതൽ 2021 വരെയുള്ള കണക്ക് പ്രകാരം 42.6% TB കേസസും സബ് ക്ലിനിക്കലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസസ് തീർച്ചയായിട്ടും നമുക്കതൊരു ചലഞ്ചാണ്. അപ്പോൾ ഇതാണ് സബ് ക്ലിനിക്കൽ TB എന്ന് പറയുന്നത്. ഈ സബ് ക്ലിനിക്കൽ TB യാഥാർത്ഥ്യത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്കാണ് ഒരുപാട് ചലഞ്ച് ഉണ്ടാവുന്നത്. കാരണം 80% അധികം കേസസ് വരുന്നത് ഇത്തരത്തിലാണ്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ്? എന്താണ് ഇമ്പാക്റ്റ് ഓൺ TB ഇൻസിഡൻസ് എന്ന് പറയുന്നത്? ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഇതിനെ ഡിക്ലൈൻ ചെയ്യുന്നു, TB ഇൻസിഡൻസിനെ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. ഇനി ഈ ആർട്ടിക്കിളിൽ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചലഞ്ചസ്, TB ട്രീറ്റ് ചെയ്യുന്നതിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചലഞ്ചസ്. ഓക്കെ, കാരണം ഒന്ന് വിസിബിൾ സിംറ്റംസ് ഇല്ലാതെ വരുന്നത് തന്നെയാണ്. മറ്റൊന്ന് സെൽഫ് ക്യൂർ. ഈ സെൽഫ് ക്യൂർ എന്ന് പറയുന്നത് സം ഇൻഡിവിജ്വൽസ് വിത്ത് സബ് ക്ലിനിക്കൽ TB മേ സെൽഫ് ക്യൂർ വിത്തൗട്ട് പ്രോഗ്രസിംഗ് ടു ആക്റ്റീവ് TB. ഹൗവർ ദേ സ്റ്റിൽ പോസ് എ പബ്ലിക് ഹെൽത്ത് റിസ്ക്. ചിലവർക്ക് ഇത് സ്വയം മാറുമെങ്കിലും ഇവർ മെഡിക്കൽ പ്രൊഫഷണൽസിന് ഹെൽപ്പ് തേടാത്തത് അത് മറ്റുള്ളവരിലേക്കും കൂടുതൽ പകരാനുള്ള ഒരു ചലഞ്ചുണ്ട്.
അപ്പോൾ മനസ്സിലായി. അപ്പോൾ TB എന്ന് പറയുന്ന അസുഖത്തിനെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതിൽ ഈ സബ് ക്ലിനിക്കൽ TB വലിയ ചലഞ്ചാണ്. ഇതാണ് നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ടത്. എന്താണ് സബ് ക്ലിനിക്കൽ TB? ഈ സബ് ക്ലിനിക്കൽ TB ഉള്ളതുകൊണ്ട് പല ആളുകളും സ്വയം ചികിത്സിക്കും, കാര്യമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണാത്തതുകൊണ്ട്. പക്ഷെ അവർക്ക് മാറുമെങ്കിലും അവരിലൂടെ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംവിധാനം വലിയ രീതിയിൽ നമ്മുടെ ഈ TBക്കെതിരെയുള്ള ഫൈറ്റിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ടും ഇതിൽ പറയുന്ന ഒരു സജഷൻ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ TB സ്ക്രീനിങ്ങിൽ. ഇതൊക്കെ നിങ്ങൾക്ക് സജഷനായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ്. ഓക്കെ, ഇനി അടുത്തൊരു ആർട്ടിക്കിളാണ് ഇന്ത്യ നീഡ്സ് ടു ലിഫ്റ്റ് ജോബ് ഗ്രോത്ത് വെയർ റിഫോംസ് IMF's ഗോപിനാഥ്, അല്ലേ, ഗീതാ ഗോപിനാഥിൻ്റെ കുറച്ച് സജഷൻസ് ആണ്. ഇതിൽ നിന്ന് അങ്ങനെ പ്രിലിംസിന് ചോദ്യങ്ങളൊന്നും ആയിട്ട് അങ്ങനെ വരാൻ സാധ്യതയില്ല. പക്ഷേ ഗീതാ ഗോപിനാഥ് അറിയപ്പെട്ട ഇന്ത്യയിലെ ഒരു ഇക്കണോമിസ്റ്റാണ്. മാത്രമല്ല IMFൻ്റെ ഒക്കെ തലപ്പത്ത് എത്തുക എന്ന് പറയുന്നത് വളരെ അപ്രീഷിയേറ്റിംഗ് ആയിട്ടുള്ള അത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പൊസിഷനിലേക്ക് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഈ പോയിന്റുകൾ, ഇത് നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് കൊണ്ടുവരാം. ഇവർ പറഞ്ഞതായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും ഇവർ പറയുന്ന പോയിൻറ്റ്സിനെ ഇപ്പോൾ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്? ഇവർ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിൽ കൃത്യമായിട്ടുള്ള ഒരു എംപ്ലോയ്മെൻറ്റിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഇക്കണോമിക് ഗ്രോത്ത് നമുക്ക് ആവശ്യമാണ്. എഡ്യൂക്കേഷൻ ക്വാളിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാൻഡ് ലേബർ മാർക്കറ്റുകൾ നമ്മൾ റിഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ വിമൻ്റെ ലോ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്താലേ നമുക്ക് കൃത്യമായിട്ടുള്ള ഗ്രോത്തിലേക്ക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിലേക്ക് നമുക്ക് നടക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷനും സ്കില്ലുമാണ്. വലിയ ഗ്യാപ്പ് ഇത് രണ്ടും തമ്മിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്കിൽ മിസ്മാച്ചിനെ അഡ്രസ്സ് ചെയ്യണം. ലേബർ മാർക്കറ്റും ലാൻഡ് മാർക്കറ്റും നമ്മൾ കൃത്യമായിട്ടുള്ള ഡിമാൻഡ് സപ്ലൈ നമ്മൾ സംവിധാനം കൊണ്ടുവരണം. വിമൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ 35% മാത്രമാണ്, വിച്ച് ഈസ് വെരി ഇൻസഫിഷ്യൻറ്റ് ഫോർ എ കൺട്രി ലൈക്ക് ഇന്ത്യ. ഇതും ഗീതാ ഗോപിനാഥൻ്റെ ഒരു ഒബ്സർവേഷൻ ആയിരുന്നു. മറ്റൊന്ന് താരിഫ് റിഡക്ഷൻസ്, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതായത് നമ്മുടെ താരിഫുകൾ മറ്റുള്ള രാജ്യങ്ങളെക്കാൾ വലിയ താരിഫുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ട്രേഡ് ഓപ്പൺനെസ്സിനെ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജോബ് ക്രിയേഷൻ നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം. 2% മാത്രമാണ് ജോബ് ക്രിയേഷൻ. നമ്മൾ ഏകദേശം 2030 ആകുമ്പോഴേക്ക് 60 മില്യൺ ജോബുകൾ, 60 മുതൽ 148 മില്യൺ ജോബുകൾ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് സംവിധാനങ്ങൾ വേണം, റിസോഴ്സസ് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സജഷൻസ് പറയുന്നതിന് കൂടെ തന്നെ ഗീതാ ഗോപിനാഥൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് AI ഓഗ്മെൻറ്റേഷൻ. ഇതും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ പോയിന്റുകളൊക്കെ നമുക്ക് നമ്മുടെ മെയിൻസ് എക്സാമിലൊക്കെ എഴുതാൻ പറ്റിയതാണ്. അതായത് AIനെ കൊണ്ടുവരിക. AI എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഫോഴ്സിലേക്കും എഡ്യൂക്കേഷൻ സ്കില്ലിലേക്കും ഒക്കെ കൊണ്ടുവന്ന് AI നമ്മളെ മറികടക്കാനല്ല, നമ്മൾ AIനെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള രീതിയിലേക്ക് നമ്മുടെ ഇക്കണോമിയെ, നമ്മുടെ ടെക്നോളജിയെ, നമ്മുടെ യൂത്തിനെ, നമ്മുടെ സ്കിൽ റിസോഴ്സിനെ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളും കൂടി പറയുന്നുണ്ട്. എക്സാമ്പിളുകൾ എപ്പോഴും നമ്മുടെ മെയിൻസ് പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് സിംഗപ്പൂരിൻ്റെ എക്സാമ്പിളാണ്. അതായത് സിംഗപ്പൂരിൽ ദേ ആർ പ്രൊവൈഡിങ് എ ലൈഫ് ലോങ് ലേണിംഗ് സെർവ് ആസ് എ മോഡൽ ഫോർ അഡാപ്റ്റിംഗ് ടു ടെക്നോളജിക്കൽ ചേഞ്ചസ്. സിംഗപ്പൂർ ഒരു എക്സാമ്പിളാണ്. ടെക്നോളജിക്കൽ അഡാപ്റ്റബിലിറ്റിക്ക് വേണ്ടിയിട്ട് ലൈഫ് ലോങ് ലേണിംഗ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് സിംഗപ്പൂർ. അപ്പോൾ അതേ മോഡലിൽ നമ്മുടെ ഇന്ത്യയിലും ഇത്തരത്തിലുള്ള AI പോലുള്ള ടെക്നോളജിയിലേക്ക് ആളുകളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യണം. അവരതിനോട് കോപ്പപ്പ് ചെയ്യണം. അവരതിനോട് പഠിപ്പിച്ച് അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ സ്കില്ല് ഇതെല്ലാം ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള സജഷൻ കൂടി ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു, നിങ്ങൾ പഠിച്ചു, നിങ്ങൾ ഈ വാർത്തകളിൽ നിന്ന് എന്താണ് ഒരു ആസ്പിരൻറ്റിന്, ഒരു മത്സരാർത്ഥിക്ക് കിട്ടേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ UPSC, SSC, PSC, CUET ഞാൻ ഒരിക്കൽ കൂടി പറയാൻ കാരണം പല കുട്ടികളും എന്നോട് പലപ്പോഴായിട്ട് ചോദിക്കുന്നതാണ് CUETനെ കുറിച്ച്. ഡിയർ സ്റ്റുഡൻറ്റ്, CUET UG PG ഏതിനായാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കറണ്ട് അഫെയർ, അതിൻ്റെ GK ഒക്കെ എങ്ങനെ പഠിക്കണം, ഇനി സബ്ജക്റ്റുകളാണെങ്കിലും CUET UGയുടെ സബ്ജക്റ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മത്സര പരീക്ഷകൾക്കും കറണ്ട് അഫെയറിനെ, GKനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, എങ്ങനെ ന്യൂസ് പേപ്പർ വായിക്കാം, കറണ്ട് അഫെയർ എവിടെ നിന്ന് പഠിക്കാം, ഇത്തരത്തിലുള്ള ഏത് സംശയങ്ങൾക്കും ഗൈഡൻസിനും മെൻറ്റർഷിപ്പിനും നിങ്ങൾക്ക് താഴെ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഈ IDയിലോ നിങ്ങൾക്ക് ഇമെയിൽ IDയിലോ ഇമെയിൽ അയക്കാം. സോ ഐ ഹോപ്പ് യു ഗോട്ട് ബെനിഫിറ്റഡ് ഫ്രം ടുഡേയ്സ് ന്യൂസ് പാപ്പ്. സോ കീപ് സപ്പോർട്ടിങ് അസ്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ആൻഡ് കീപ് സപ്പോർട്ടിങ് അസ്. ലെറ്റ്സ് ക്രാക്ക്
whatever your goal is. Thank you. This is me, Mohammed Asar, signing out from my classes. Bye bye.